മലപ്പുറം കുറ്റിപ്പുറം ബസ് അപകടത്തിൽ പരിക്കേറ്റ 38 പേരിൽ 4 പേരുടെ നില ഗുരുതരമായി തുടർന്നു. എടപ്പാൾ, കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇവർ. അപകടം നടന്ന സ്ഥലം ഇന്ന് ജോയിന്റ് ആർടിഒയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കും. റോഡ് നിർമ്മാണത്തിലെ അപകടത്തിന് കാരണമായതായി ആക്ഷേപം ഉയർന്നിരുന്നു. ഇക്കാര്യം അടക്കമാണ് പരിശോധിക്കുക. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, വലിയൊരു അപകടമാണ്. ആ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇതിപ്പോൾ അമിതവേഗം മാത്രമല്ല, മറ്റു പല കാരണങ്ങളും ഈ അപകടത്തിന് കാരണമായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, അമിത വേഗവും റോഡിന്റെ ഇറക്കവും അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഉള്ളത്. അമിത വേഗത്തിലെത്തിയ ബസ് ഇറക്കത്തിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ സ്കിഡായിട്ട് അത് മറിയുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വാഹനത്തിന്റെ GPS ആ സമയത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ട് കൃത്യമായ വേഗത എത്ര ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ തടസ്സമുണ്ട്. എന്നാണെങ്കിലും മഴ ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് ഇറക്കത്തിൽ വലിയ വേഗത്തിൽ വന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ബ്രേക്ക് പൂർണ്ണമായിട്ടും ബ്രേക്കിംഗ് നടന്നില്ല എന്ന് വേണം കരുതുവാൻ എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ടാണ് ബസ് ഇടത്തോട്ട് ചെരിഞ്ഞ് ഈ ഡിവൈഡറിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീണത്. എന്താണെങ്കിലും ഇതിന്റെ സാധ്യതകളെ കുറിച്ച് വിശദമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ജോയിന്റ് RTO ഇന്ന് സംഭവ സ്ഥലം സന്ദർശിക്കും. റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കാനായിരിക്കും ഈ സന്ദർശനം. കഴിഞ്ഞ ദിവസം മന്ത്രി ഇത്തരത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള വിശദമായ റിപ്പോർട്ട് തേടുമെന്ന് പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ഉദ്യോഗസ്ഥരുടെ പരിശോധന. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. 38 പേരാണ് ആകെ വാഹനത്തിലുണ്ടായിരുന്നത്. 38 പേർ സഞ്ചരിച്ചിരുന്ന ഒരു ബസ്സിന്റെ അവസ്ഥയാണ് പ്രേക്ഷകർ കാണുന്നത്. അമിത വേഗം വരുന്നു. തെന്നിക്കിടക്കുന്ന റോഡാണ്, ഇറക്കമാണ്. ഡ്രൈവർ ബസ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, ബ്രേക്ക് ചെയ്യുന്നു. പക്ഷേ നിരങ്ങി ഡിവൈഡറിലിടിച്ച് മറിഞ്ഞ് രണ്ടായി മുറിയുകയാണ്. 38 പേർ സഞ്ചരിച്ചു. ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടത് എത്ര ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് എന്നതുകൂടി മനസ്സിലാക്കണം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയൊരു അപകടം. ബസ് പൂർണ്ണമായും രണ്ടായി പിളർന്നു മാറുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇന്നലെ കേരളം കണ്ടത്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.